എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏഴാമത്തെ പാഠഭാഗം തുടങ്ങി. അതിൽ ആദ്യത്തെ എക്സസൈസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. 3 കണക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തേ. ബാക്കി 3 നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ആ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന്റെ ആൻസർ മാത്രമാണ് ടീച്ചറോട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 4ാമത്തെ ചോദ്യത്തിന്റെ എന്തായിരുന്നു? 1 കിലോഗ്രാം അരിയുടെ വില 34.50 എങ്കിൽ 16 കിലോഗ്രാം അരിയുടെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ സ്റ്റെപ്പ് ഒക്കെ എഴുതണം, വെറുതെ ഇങ്ങനെ എഴുതിയാൽ പോരാട്ടോ. ഞാൻ അതിന്റെ ആൻസർ മാത്രം ഇവിടെ നോട്ട് ചെയ്തേ ഉള്ളൂ, ഹോംവർക്കിന്റെ ആൻസർ ശരിയാണോ നോക്കാനായിട്ട്. അപ്പൊ 16 × 34.50 നമ്മള് ഡെസിമൽ ഒഴിവാക്കി ആ സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 55,200 എന്ന് കിട്ടി. അപ്പൊ അത് നമ്മൾ അങ്ങനെ എഴുതി. ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണുള്ളത്. കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. അപ്പൊ അതിനെ തന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് പൂജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എത്ര എഴുതാം? 552 റുപ്പീസ് എന്ന് എഴുതാം. കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ 5ാമത്തെ, ഒരു ക്യാനിലുള്ള വെളിച്ചെണ്ണ 6 ബോട്ടിലുകളിലായിട്ട് നിറച്ചു. ഒരു ബോട്ടിലുള്ള വെളിച്ചെണ്ണയുടെ അളവ് 0.478 ലിറ്റർ എങ്കിൽ അത്തരം 6 ബോട്ടിലെ ആകെ വെളിച്ചെണ്ണയുടെ അളവാണ് ചോദ്യം. അപ്പൊ 6 × 0.478 ആണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പ് ഒക്കെ എഴുതണം. The quantity of coconut oil in 1 bottle, therefore the total quantity of coconut oil in 6 such bottles. ഒരു ബോട്ടിലുള്ള അല്ലെങ്കിൽ ഒരു കുപ്പിയിലുള്ള വെളിച്ചെണ്ണയുടെ അളവ് അല്ലെങ്കിൽ അത്തരം 6 കുപ്പിയിലെ ആകെ വെളിച്ചെണ്ണയുടെ അളവ്, അങ്ങനെ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 478. അതായത് നമ്മൾ ഇത് പോയിന്റ് ഇല്ല എന്ന് കണക്കാക്കി 0.478 എന്നാണ് എഴുതേണ്ടത്. ആ 0 ഇവിടെ കിടക്കുന്നത് വില ഇല്ലാത്തതുകൊണ്ട് 478 × 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2868 എന്ന് കിട്ടി. ചോദ്യത്തിലെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങളാണുള്ളത്. നമുക്ക് കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടപ്പോ 2.868 ലിറ്റർ എന്നാണ് കിട്ടിയത്. ഇതിനെ തന്നെ എങ്ങനെ എഴുതാം? 2 ലിറ്റർ 868 മില്ലി ലിറ്റർ. 5ാമത്തെ പാഠത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ലിറ്ററിൽ എഴുതാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 6ാമത്തെ ചോദ്യം എന്താണ്? ഒരു റെക്ടാംഗിൾ ഷേപ്പുള്ള റൂമിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഏരിയ എത്ര? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. തന്നിരിക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതിൽ 2ലും പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പോയിന്റ് ഉള്ളത് വേണ്ട എന്ന് വിചാരിച്ച് പോയിന്റ് ഇല്ലാണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 835 × 32 ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് 26,720 എന്നാണ് കിട്ടിയത്. ചോദ്യത്തില് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ആദ്യത്തെ സംഖ്യയിൽ 2 സ്ഥാനമുണ്ട്, 2ാമത്തെ സംഖ്യയിൽ 3 സ്ഥാനമുണ്ട്. അപ്പൊ മൊത്തം രണ്ടാമത്തെ സംഖ്യയിൽ 1 സ്ഥാനമുണ്ട്. അപ്പൊ മൊത്തം 3 സ്ഥാനങ്ങളാണ് നമ്മുടെ ഉത്തരത്തിന് വേണ്ടത്. കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടപ്പോ 26.720 സ്ക്വയർ മീറ്റർ. ഏരിയ ആയതുകൊണ്ട് ചതുരശ്ര മീറ്റർ ആണ് യൂണിറ്റ്. അത് തന്നെ എങ്ങനെ എഴുതാം? ഈ 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 26.72 26.72 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ഹെഡിങ് എഴുതിക്കോളൂ. ഗുണനക്രിയകൾ. മൾട്ടിപ്ലിക്കേഷൻ ഗുണനക്രിയകൾ. മൾട്ടിപ്ലിക്കേഷൻ ഗുണനക്രിയകൾ. അതായത് ഇത് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഒരു നോട്ട് എഴുതേണ്ടത് ഈ സൈഡിലുള്ള നോട്ട് അതൊന്ന് നോക്കി എഴുതുക. 0.1 × 0.1 is equal to 0.01. ഇതൊരു ബോക്സിനകത്താക്കി ഇടുന്നതാണ് കേട്ടോ. 0.01 × 0.01 that is equal to 0.0001. 0.001 × 0.001 that is equal to 0. ഡെസിമൽ കഴിഞ്ഞിട്ട് 6 സ്ഥാനം. ഇവിടെ 3 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. അപ്പൊ മൊത്തം എത്ര സ്ഥാനം വേണം? 6 സ്ഥാനം. ഒന്നടക്കം 6 സ്ഥാനം കേട്ടോ. അപ്പൊ 5 0 ഉള്ളൂ. 0.0001 ×
0.0001. അപ്പോൾ ആദ്യത്തേല് 4 സ്ഥാനം, ഇപ്പോഴത്തേലും 4 സ്ഥാനം. അപ്പൊ മൊത്തം 8 സ്ഥാനം വേണം. അപ്പൊ 7 0 1 ആണ് വരിക കേട്ടോ. 1 അടക്കമാണ് 8 സ്ഥാനം. ഇത് നോട്ട് ബുക്കിലേക്ക് എഴുതി ഒരു ബോക്സിനകത്താക്കി ഇടുക, നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമ്മൾ നേരിട്ട് എക്സസൈസിലേക്ക് പോവാണ്. പേജ് നമ്പർ 113 അതായത് നമ്മൾ ഇത് എഴുതിയതിന്റെ തൊട്ടിപ്പുറത്തെ പേജാണ് വരുന്നത് കേട്ടോ. പേജ് നമ്പർ നിങ്ങളുടെ കയ്യിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ടീച്ചർ പേജ് നമ്പർ പറയാത്തത്. അപ്പൊ ഇത് എഴുതിയതിന്റെ പിന്നത്തെ പേജ്, അതിലൊരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. ആദ്യ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രോഡക്ട്സ് ബിലോ. താഴെ തന്നിരിക്കുന്നതിന്റെ ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദ്യം. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞല്ലോ, മാച്ചൂടെ ഉത്തരങ്ങൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യനില് എ എന്താണ്? ചോദ്യം എഴുതിക്കൊള്ളൂട്ട. കാൽക്കുലേറ്റ് ദ പ്രോഡക്ട്സ് ബിലോ. മലയാളം മീഡിയംകാരൻ എന്തെഴുതും? ചുവടെയുള്ളവ കണക്കാക്കുക. അതിലെ എ ക്വസ്റ്റ്യൻ 46.2 into 0.23. ഇത് പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കോളത്തിലേക്ക് കൊണ്ടുവന്ന ശരിക്കുള്ള ഭാഗത്ത് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്കായാലും ഇങ്ങനെ ചോദിച്ചാൽ ശരിക്കുള്ള ഭാഗത്ത് തന്നെ എഴുതുക, വർക്കിംഗ് കോളത്തിലല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 462 into ഈ 0ന് വിലയില്ല 23 എന്ന് ചെയ്താൽ പോരെ? മൾട്ടിപ്ലൈ ചെയ്തോളൂ. 2 2s are 4. ഇതല്ലേ ആൻസർ കിട്ടിണ്ടാവുക. എന്നിട്ട് ചോദ്യത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ട് നോക്കി. ആദ്യത്തേൽ 1, പിന്നത്തേൽ 2. അപ്പൊ മൊത്തം എത്ര സ്ഥാനങ്ങൾ വേണം? വലത്തുനിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 10.626. ഈ ക്വസ്റ്റ്യൻ എന്താണ്? 57.52 into 31.2. ഇതും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. 5752 into 312 എത്ര വരും? തെളിയുന്നില്ല ഇവിടെ കേട്ടോ ടീച്ചർ. ടീച്ചർ ഇവിടെ ചെയ്യാം. ഇന്നല്ലേ കിട്ടിയത്? ഇതാണോ കിട്ടുക? 2 2s are 4, 2 5s are 10, balance 1, 7s are 14, 15, 11, 3 2s are 6, 3 5s are 15, 15 ആണ് വരിക അല്ലേ? 3 2s are 6, 3 5s are 15, 1 balance, 3 7s are 21, 22, 2, 3 5s are 15, 17. Okay. ഇതല്ലേ കിട്ടണേ? എന്നിട്ട് 3 സ്ഥാനം കഴിഞ്ഞു. ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ 1 സ്ഥാനമുണ്ട്. അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞു. പോയിന്റ് 1794.624 എന്ന ആൻസർ കിട്ടിയല്ലോ. ടീച്ചർ അടിയിൽ എഴുതുന്നില്ല, അത് അധികം തെളിയാത്തോണ്ടേ. സി ക്വസ്റ്റ്യൻ ഇതാണ്. സി 0.01 into 0.01. ഇത് വർക്കിംഗ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇതെല്ലാം ചെയ്താൽ 1 into 1 എന്നുള്ളതല്ലേ ചെയ്യാറുള്ളൂ. അതായത് ഇത് പോയിന്റ് മാറ്റിയിട്ട് എഴുതുമ്പോൾ ഇത് ഇൻറ്റു, ഇത് പോയിന്റ് മാറ്റി എഴുതുമ്പോൾ ഇത്. അപ്പൊ ഈ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. അപ്പൊ എന്തേ വേണ്ടു? 1 into 1 1 എന്നാണ് ആൻസർ വരിക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണ് ഇവിടെ ഉള്ളത്? 2 സ്ഥാനം. ഇവിടെയും 2 സ്ഥാനം. അപ്പൊ നമുക്ക് ആൻസറിൽ എത്ര സ്ഥാനം വേണം?
4 സ്ഥാനം നമുക്ക് ആൻസറിൽ വേണം. വേണ്ടേ? നമ്മുടെ കയ്യിൽ എത്ര സ്ഥാനമേ ഉള്ളൂ? ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ എക്സ്ട്രാ എത്ര എണ്ണം കൂടി വേണം? 3 എണ്ണം കൂടി വേണം. അതെങ്ങനെയാ ചെയ്യാറ്? ഇടത് ഭാഗത്ത് 3 0 ഇട്ടിട്ടല്ലേ നമ്മൾ ചെയ്യാറ്? ഡെസിമലിന്റെ ഒക്കെ അതാ ഇങ്ങനെയല്ലേ ചെയ്യാ. നമുക്ക് ഇവിടെ സംഖ്യകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 1 × 1 1 എന്നേ ഉള്ളൂ. ആദ്യത്തേല് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം, രണ്ടാമത്തേലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. അപ്പൊ മൊത്തം ഉത്തരത്തില് 1 2 3 4 സ്ഥാനങ്ങളാണ് എനിക്ക് വേണ്ടത്. എന്റെ കയ്യിൽ ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ 4 സ്ഥാനം കിട്ടാനായിട്ട് എക്സ്ട്രാ 3 0 കൂടി എനിക്ക് ചേർക്കേണ്ടി വന്നു. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ എന്താണ്? 2.04 into 2.4 അല്ലേ വരുന്നേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 204 അല്ലേ ആദ്യത്തെ വരിക. ഒരുമിച്ച് എഴുതുമ്പോൾ ഇവിടെ 24 ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലേ? കിട്ടി, ആൻസർ കിട്ടി. നമുക്ക് ചോദ്യത്തില് ഇവിടെ 2 ഇവിടെ 1 അപ്പൊ മൊത്തം 3 സ്ഥാനം. 3 സ്ഥാനം കഴിഞ്ഞു, പോയിന്റ് ഇട്ടു. അപ്പൊ എത്ര ആൻസർ കിട്ടി? 4.896 എന്ന ആൻസർ കിട്ടി. ഓക്കെ, സി. ഈ നിങ്ങൾ ആ ഡിക്ക് എഴുതൂ. ടീച്ചർക്ക് ഇവിടെ தெரியாത്തതുകൊണ്ടാണ് മുകളിൽ എഴുതുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? 2.5 into 3.72. വലിയ സംഖ്യയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം എഴുതുക അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഇത് ആണ് ആദ്യം എഴുതുന്നത്. 372 into 25. പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ ചെയ്യണേ. 2 5s are 10. 2 5s are 10, 1 balance. 7 5s are 35 plus 1 36, 3 balance. 3 5s are 15, 15 plus 3 18. മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? 1 2 3 സ്ഥാനം കഴിഞ്ഞ് എഴുതി. അത് തന്നെ എങ്ങനെ എഴുതാം? 9.3 എന്ന് എഴുതിയാലും ഈ ഉത്തരം ശരിയാണ്. 9.300 എന്നുള്ളത് ആ സീറോസിന്റെ അടിയിൽ വേറെ സംഖ്യകളൊന്നും ഇല്ല എങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, 0.2 into 0.002. ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തേ ഉള്ളൂ? 2 2s are 4. ഇത്രയേ ഉള്ളൂ. ഇനിയാണ് പോയിന്റ് ഇടേണ്ടത്. ആദ്യത്തെ സംഖ്യയിൽ ഒരു സ്ഥാനമുണ്ട്, പിന്നത്തെ സംഖ്യയിൽ 3 സ്ഥാനമുണ്ട്. അപ്പൊ മൊത്തം 4 ഡിജിറ്റുകളാണ് പോയിന്റ് കഴിഞ്ഞിട്ട് വേണ്ടത്. ഒരു സ്ഥാനമേ ഉള്ളൂ. എക്സ്ട്രാ എത്ര 0 ഇടണം? 3 0 ഇട്ടിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം 1 അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതിലത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞല്ലോ. യെസ്, മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നു കേട്ടോ. എഴുതി പഠിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ച് അന്നുള്ളത് എഴുതി പഠിക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 3212 into 23 is equal to 73,876. ഇതിന് മുമ്പ് ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് തന്നിരുന്ന വേർഡ് പ്രോബ്ലത്തില് 5ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? ആ 5ാമത്തെ ക്വസ്റ്റ്യനില് മലയാളം മീഡിയത്തില് ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് 0.475 ആണ് മലയാളം മീഡിയത്തിലുള്ളത്. അപ്പൊ 0.478 ആണ് ഇംഗ്ലീഷ് മീഡിയത്തില്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതണം. എന്ത്? 0.478 എന്നാക്കി മാറ്റണം കേട്ടോ. ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും 0.478, 5 എന്നുള്ളത് 8 ആക്കി മാറ്റിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ഹോംവർക്ക് ചെയ്തത് 5 വെച്ചിട്ടാവും. അത് 8 ആക്കി മാറ്റിയിട്ട് ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ടീച്ചർ ആൻസർ വായിച്ചപ്പോഴും വിട്ടുപോയി പറയാൻ. അപ്പൊ 3212 into രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23 is equal to 73,876 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയുടെ ഉത്തരം ഗുണിച്ചു നോക്കാതെ എഴുതുക. നമുക്ക് താഴെ തന്നിട്ടുള്ളത്, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോഡക്ട്സ് ബിലോ വിതൗട്ട് ആക്ച്വലി മൾട്ടിപ്ലൈയിങ്. മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് 3212 into
23 is equal to 73,876. ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ് ചോദ്യം തന്നേക്കുന്നത്. നോക്കി നോക്കുക കേട്ടോ. അതായത് 321.2 ഇൻറ്റു 23 ആണ് ക്വസ്റ്റ്യൻ. അതായത് ഈ സംഖ്യകൾ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഡിജിറ്റുകളൊന്നും വ്യത്യാസമില്ല. 3212 ഒരു പോയിന്റ് വന്നേ ഉള്ളൂ. 23 തന്നെയാണ്. അപ്പൊ ആൻസർ എന്തെങ്കിലും കിട്ടുക 73876 തന്നെയാണ് ഡിജിറ്റുകൾ കിട്ടുക. പക്ഷെ ഇവിടെ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എന്ത് വരും? ചോദ്യത്തില് ഡെസിമൽ പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. അത് മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? 0.3212 ഇൻറ്റു 23. ഇതിലും വ്യത്യാസമൊന്നുമില്ല. ഒരു 0 വന്നു, ആ 0 വിലയുള്ളതൊന്നുമല്ല, പക്ഷെ നമ്പറുകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഉത്തരം 3212 ഇൻറ്റു 23 തന്നെയാണ് ചോദിച്ചാൽ. ഇവിടെ പോയിന്റ് വന്നിട്ടുണ്ടെന്നേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ഉത്തരം തന്നെയാണ് കിട്ടുക 73876 തന്നെയാണ് കിട്ടുക. പക്ഷെ ഇവിടെ ചോദ്യത്തില് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനങ്ങളാണുള്ളത്. അപ്പൊ കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോയിന്റ് ഇട്ട് കാണിക്കുന്നത്. സി ക്വസ്റ്റ്യൻ 32.12 ഇൻറ്റു 23. ഇവിടെയും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണുള്ളത്. കിട്ടിയ ഉത്തരത്തിന്റെ 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. നമുക്ക് ഡിജിറ്റുകളൊന്നും ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് 32.12 ഇൻറ്റു 0.23. പോയിന്റുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഉത്തരത്തിൽ തന്നെയാണ് വരിക 3212. 0.23 എന്ന് പറഞ്ഞാൽ ഈ 0ന് വലിയ 23 തന്നെയല്ലേ വരിക. അപ്പോ 73876 തന്നെ വരും. ചോദ്യത്തില് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? ഇവിടെ 2 സ്ഥാനം, ഇവിടെയും 2 സ്ഥാനം. അപ്പൊ മൊത്തം എത്ര സ്ഥാനമായി? 4 സ്ഥാനമുണ്ട്. വലത്തുനിന്ന് ഇടത്തോട്ട് 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. പിന്നെന്താണ്? 3.212 ഇൻറ്റു 23. 3.212 ഇൻറ്റു 23 എന്തിനാണ് വരിക? 73876. 3 സ്ഥാനം. ഇപ്പുറത്തെ പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കണ്ട. ഇവിടെ 3 സ്ഥാനങ്ങളാണുള്ളത്. 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. ഒരെണ്ണം കൂടി ഉണ്ടല്ലേ. 321.2 ഇൻറ്റു 0.23. ആൻസർ തന്നെയാണ് വരിക. പക്ഷെ പോയിന്റിന്റെ സ്ഥാനം വ്യത്യാസം വരും. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പൊ എത്ര വേണം? 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. മനസ്സിലാവുന്നല്ലോ പറയുന്നത് അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ അതേ ഡിജിറ്റുകൾ തന്നെയാണ് ഇവിടെ താഴെയൊക്കെ തന്നിരിക്കുന്നത്. പക്ഷെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഡെസിമൽ പോയിന്റുകൾ വ്യത്യാസം വരുന്നുണ്ട്. അവയുടെ സ്ഥാനം വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ചോദ്യത്തില് കിട്ടിയ ഉത്തരം, ആ തന്നിരിക്കുന്ന ഉത്തരം അത് തന്നെയാണ് എഴുതേണ്ടത്. പക്ഷെ ചോദ്യത്തില് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ടോ അത്രയും സ്ഥാനം ആൻസറിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് എണ്ണി എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണാം. അന്നൊന്ന് എടുക്കുന്നത് എഴുതി പഠിക്കുക കേട്ടോ. പുതിയ ടോപ്പിക്കാണ്, ഡെസിമൽ ആണ്. നമ്മുടെ അടിസ്ഥാനമായിട്ട് 6ാം ക്ലാസ്സിലാണ് തുടങ്ങുന്നത്. ഇനിയും നമുക്ക് ആവശ്യമുള്ളതാണ് ഇതൊക്കെ. മൂന്നാമത്തെ, which of the products below is equal to 1.47 into 3.7? എന്താണ് പറയുന്നത്? അതായത് ചുവടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ, ചുവടെ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ കാണണ്ട നിങ്ങൾ. എന്താ ചോദിച്ചിരിക്കുന്നത്? 1.47 ഇൻറ്റു 3.7 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിനോട് തുല്യമായി കിട്ടുന്നത് ഏതൊക്കെ എന്നുള്ളതാണ് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ എഴുതേണ്ടത്? നമ്മൾ ആദ്യം ഇതിന്റെ ആൻസർ എന്താണെന്ന് എഴുതാം. ആൻസർ കാണാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കുറച്ചും കൂടി ഇത് മാറ്റാലോ, കുഴപ്പമില്ലല്ലോ. മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി തറോ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ഒന്നും കൂടെ ചെയ്ത് നോക്കണം. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ 1.47 ഇൻറ്റു 3.7 എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് 147 ഇൻറ്റു 37 എത്രയാണെന്നുള്ളത് കണ്ടെത്തണം ആദ്യം. 7 sevens are 49 and 4 balance. 4 sevens are 28, 32, 3 balance, 1 7 10, 2 ഇതാണെന്ന് തോന്നുന്നു അല്ലേ. 9 9 4 5. ആൻസർ 5 4 9 9. ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനമാണ്. അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് കിട്ടും. ഇനിയാണ് എ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നതിൽ ഇതിനോട് തുല്യമായിട്ട് വരുന്നത് ഏതൊക്കെ? 14.7 ഇൻറ്റു 3.7. സംഖ്യകളൊക്കെ സെയിം തന്നെയാണ്. 147 ഇൻറ്റു 37 എനിക്ക് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പൊ ഉത്തരം ഇത് തന്നെയാണ് വരിക. 5 4 9 9 ആണ് വരിക. പക്ഷെ പോയിന്റ് വ്യത്യാസമുണ്ട്. എങ്ങനെയാ വരിക? ഇവിടെ ചോദ്യത്തിൽ ഒരു സ്ഥാനം, ഇവിടെയും ഒരു സ്ഥാനം. അപ്പൊ മൊത്തം 2 സ്ഥാനമാണ് ഇതിന് ആൻസർ വരുന്നത്. പക്ഷെ ഇതിനോട് യോജിച്ചതാണോ? അപ്പോൾ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടാൽ മതി, യോജിച്ചതല്ല എന്നറിയാൻ വേണ്ടി. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? 147 ഇൻറ്റു 0.37. ഇതും അത് തന്നെയല്ലേ, ഇതിനോട് യോജിക്കുന്നത് തന്നെയല്ലേ. 147 ഇൻറ്റു 37 തന്നെയല്ലേ ഇവിടെയും ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 5499 തന്നെയാണ് ആൻസർ കിട്ടുക. പക്ഷെ പോയിന്റ് ഇടുമ്പോ 2 സ്ഥാനം കഴിഞ്ഞല്ലേ പോയിന്റ് ഇടുന്നത്. ഇവിടെ പോയിന്റ് തന്നിട്ടില്ല. ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനല്ലേ. അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. അപ്പൊ ഇതും ഇതിനോട് യോജിക്കുന്നത് ഏതൊക്കെയാണ് ചോദ്യം. അതായത് 1.47 ഇൻറ്റു 3.7 എന്നുള്ള ആൻസറിനോട് യോജിക്കുന്ന ആൻസറുകൾ, സെയിം ആൻസർ കിട്ടുന്നത് ഏതൊക്കെ എന്നാണ് ചോദ്യം. 1.47 ഇൻറ്റു 0.37. ഇതും 5499 തന്നെയാണ്. ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെയും 2 സ്ഥാനം. അപ്പൊ 4 സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഇടേണ്ടത്. അപ്പൊ 0 പോയിന്റ് എന്നുള്ളതാണ് വരിക. ഇതും യോജിക്കുന്നില്ല. അടുത്തത് ഡി. 0.147 ഇൻറ്റു 37. 5499. ഇവിടെ 3 സ്ഥാനമുണ്ട്. ഈ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. കിട്ടുന്നുണ്ട്. റേറ്റ് ഇട്ടു. അതിനോട് യോജിക്കുന്നതാണ്. ബാക്കിയുള്ളത് നോക്കണം. നമ്മൾ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. 14.7 ഇൻറ്റു 0.37. ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പൊ മൊത്തം 3 സ്ഥാനം. ഇതും നമ്മളുടെ ഇതിന് യോജിക്കുന്നുണ്ട്. ഇതേ ആൻസർ തന്നെയല്ലേ ഇവിടെയും കിട്ടുന്നത്. എന്താണ് എഫ്? എഫ് എന്താണ്? 0.0147 ഇൻറ്റു 370. ഇവിടെ നോക്കി നോക്കൂ. 147 ഇത് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സംശയം വരുന്നില്ല. അതായത് ഇവിടെ നമ്മൾ പോയിന്റ് മാറ്റി ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുക? 0.0147 എന്നല്ലേ കിട്ടുക. അതായത് 147 എന്നല്ലേ വരണം. അതെ. ഇവിടെയോ 370 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. കിട്ടുമല്ലോ എന്ന് സംശയം. 0 0 0 7 49 4 4 28 4 32 3 1 7 3 10. വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. 32 അല്ലേ വരിക. ഇവിടെ 3 അങ്ങനെയല്ലേ. 10 29 വരിക അല്ലേ. ഇവിടെ 3 ആണ് വരുന്നത്. അതല്ലേ പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിൽ വ്യത്യാസം തോന്നുന്നു.
7 sevens are 49, 4 sevens are 28, 32, 3. നമ്മളിങ്ങനെ 8 എഴുതിയാവോ? അപ്പൊ ഇവിടെ 3 ആണ് വരുന്നത്. അപ്പൊ ഈ എഴുതിയതിലൊക്കെ 3 ആണ് വരിക കേട്ടോ. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെയും 3. വേറെ ഒന്നും വ്യത്യാസമില്ല. തെറ്റൊക്കെ വരാട്ടോ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ വന്നു 5 4 3 9 0 എന്നാണ് വന്നത് നമുക്ക് ആൻസർ. ഇനി ഡെസിമൽ കഴിഞ്ഞിട്ട് 4 സ്ഥാനമാണ് ഇടേണ്ടത്. അതായത് ഇവിടെ നിങ്ങളുടെ 4 സ്ഥാനം കഴിഞ്ഞ് 0.2. ഇത് നമ്മുടെ ഉത്തരവുമായിട്ട് യോജിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. ഇതിന് എന്നെ ഇങ്ങനെ എഴുതി കൂടെ? അതായത് ഈ 0 കഴിഞ്ഞിട്ട് വിലയുള്ള സംഖ്യ ഇല്ല എങ്കിൽ നമുക്ക് 0 അവോയ്ഡ് ചെയ്തിട്ട് എഴുതാലോ. അപ്പൊ ഇതും നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവുമായി യോജിക്കുന്നതാണ്, ആണല്ലോ. അപ്പൊ അത് നോക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സംശയം വന്നാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളതൊന്നും മൾട്ടിപ്ലൈ ചെയ്യാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടോ? 1.47 into 3.70. മുകളിൽ എഴുതാലോ, എഴുതി കൂടെ? 1.47 into 3.70. അതന്നെയാണ് ഇത് നമ്മൾ ചെയ്തത്. അപ്പൊ ആൻസർ കിട്ടിയത് എന്താണ്? 354,390 കിട്ടി. എന്നിട്ട് 4 സ്ഥാനം കഴിഞ്ഞ് 1 2 3 4 സ്ഥാനം കഴിഞ്ഞ് 0.2. ഇത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിങ്ങനെ കിട്ടുന്നത്. ഇത് നമ്മുടെ ചോദ്യത്തിനോട് യോജിക്കുന്നത് തന്നെയല്ലേ? പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. കാരണം ഇവിടെ ഒരു 0 വന്നുകൊണ്ട് വ്യത്യാസമാണ് വരണേ എന്ന് നോക്കണ്ട. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ 0 കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷെ പോയിന്റ് ഇടുമ്പോൾ ഈ 0 എഴുതിയാലും എഴുതിയില്ലെങ്കിലും സെയിം വാല്യൂ തന്നെയാണ് വരുന്നത് രണ്ടിനും. അപ്പൊ അത് നോക്കി എഴുതാം. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. 4 എന്താണ്? ചതുരാകൃതിയായ ഒരു സ്ഥലത്തിന്റെ നീളം 45.8 മീറ്റർ, വീതി 39.5 മീറ്റർ, സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര? എന്താണ് ഇംഗ്ലീഷ് മീഡിയത്തില്? A rectangular plot is of length 45.8 meter and breadth 39.5 meter. What is its area? അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു വരേണ്ടതാണ്. എന്ത്? ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ തൊട്ട് മുമ്പത്തെ എക്സസൈസിൽ ചെയ്ത പോലെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിന്റെ ഏരിയ കാണാനാണ് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ചെയ്യുക? തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ 45.8 ഇൻറ്റു 39.5 അങ്ങ് ചെയ്താൽ മതി. അത് മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരിക കേട്ടോ. അത് ഹോംവർക്കാണ്. അതുപോലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്രൈസ് ഓഫ് പെട്രോൾ ഈസ് 68.50 rupees പെർ ലിറ്റർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ലിറ്ററിന് 68.50 പെട്രോളിന്റെ വില. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 8.5 ലിറ്റേഴ്സ് എങ്കിൽ 8.5 ലിറ്റർ പെട്രോളിന്റെ വില എത്ര? ഒരു ലിറ്റർ പെട്രോളിന്റെ വിലയാണ് 68.50 എങ്കിൽ 8.5 ലിറ്റർ പെട്രോളിന്റെ വില എങ്ങനെയാ കാണാം? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഒരെണ്ണത്തിന്റെ വില തന്നിട്ട് കൂടുതൽ എണ്ണത്തിന്റെ വില ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടേ? അപ്പൊ 68.50 ഇൻറ്റു 8.5 മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടതുള്ളൂ. അപ്പൊ 4ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്താലോ? അത് അടുത്ത ക്ലാസ്സിലായാൽ മതിയോ? മതി അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. 4ഉം 5ഉം പ്രോബ്ലം ഹോംവർക്ക് ചെയ്തിട്ട് വരിക. 113ാമത്തെ പേജ് അത് നമ്പർ അത് തന്നെയാവുമെന്ന് വിചാരിക്കുന്നു. അത് വ്യത്യാസം ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ 4ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ചെയ്തിട്ട് വരിക. ഇന്ന് കുറച്ച് 3 പ്രോബ്ലംസ് ആണ് നമ്മൾ കുറച്ചധികം ചെയ്തു. അത് എഴുതി പഠിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. എന്നാലേ ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും. അപ്പൊ അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു.